ഹലോ എവരിവൺ, കർമ്മ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC, ബാങ്ക്, റെയിൽവേ എക്സാം ഏതും ആയിക്കോട്ടെ, അതിലെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പലിശ എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ടേമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെഹിക്കിൾ ലോണോ എന്തെങ്കിലുമൊക്കെ എടുത്തവരായിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ ഒരു 3 ലക്ഷം രൂപ ഒരു ലോൺ എടുത്തു. ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയാണെന്ന് വിചാരിക്കും. ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു 3 ലക്ഷം രൂപ ഒരു ലോൺ എടുത്തു ഒരു ബാങ്കിൽ പോയിട്ട്. ഓക്കെ, 5 വർഷത്തേക്കായിരുന്നു നമുക്ക് ആ ലോൺ തന്നിരുന്നത്. 5 വർഷത്തേക്കാണ്. അപ്പൊ നമ്മൾ ആ 5 വർഷം കഴിയുന്ന ഉടനെ നമ്മൾ ആ 3 ലക്ഷം രൂപ എടുത്ത ആ എമൗണ്ടിന് നമ്മൾ തിരിച്ചടയ്ക്കുന്നത് ആ 3 ലക്ഷം രൂപ തന്നെയാണോ? ആണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ 3 ലക്ഷം രൂപ നമ്മൾ അതിന് പകരം എന്താ 3 ലക്ഷത്തിനേക്കാളും കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അടയ്ക്കും, ഇല്ലേ? ആ പറയുന്ന എക്സ്ട്രാ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? അപ്പം നമ്മളിപ്പം ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത എമൗണ്ട് തന്നെയല്ല നമ്മൾ തിരിച്ചടയ്ക്കുന്നത്, അതിന് പകരം എക്സ്ട്രാ ഒരു എമൗണ്ടും കൂടെ എക്സ്ട്രാ മണി നമ്മൾ അടയ്ക്കുന്നുണ്ട്. ആ എക്സ്ട്രാ മണിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മെയിൻലി 3 ടേംസ് വരുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇത്. 3 ടേംസ് വരുന്നുണ്ട്. പ്രിൻസിപ്പൽ നമ്മൾ P എന്ന് എഴുതും, റേറ്റ് പെർസെന്റേജ് നമ്മൾ R എന്ന് എഴുതും, പിന്നെ ടൈം. ഓക്കെ, 3 ടേംസ് ആണ് വരുന്നത്. പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപയായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത്. അപ്പൊ ആ 3 ലക്ഷം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ആ 3 ലക്ഷം രൂപ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. മണി ബോറോഡ് നമ്മൾ കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ബാങ്കിന്റെ കേസിൽ വരുവാണെങ്കിൽ എന്താ? ബാങ്ക് കൊടുത്ത എമൗണ്ട് 3 ലക്ഷം രൂപ. അപ്പൊ മണി ബോറോഡ് അല്ലെങ്കിൽ നമ്മൾ മണി കൊടുക്കുന്നത്, അതാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എന്താ? 3 ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. റേറ്റ് പെർസെന്റേജ്, അപ്പൊ നമുക്ക് ഒരു റേറ്റ് പെർസെന്റേജ് കാണും. അതായത് എത്ര ശതമാനമായിരിക്കും പലിശ എന്ന് പറയുന്നത്. അത് നമുക്ക് കേട്ട ഒരു ടേം ആണ് റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബാങ്ക് പറയുവാണ് എഡ്യൂക്കേഷൻ ലോൺ വരികയാണ്. അപ്പൊ അവർ പറയണം 5% റേറ്റ് പെർസെന്റേജ് എന്ന് പറയുകയാണ്. 5%. അപ്പൊ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അപ്പൊ നമുക്ക് ഓരോ വർഷവും 5% വെച്ചിട്ട്, അതായത് നമ്മൾ 3 ലക്ഷം രൂപയാണെങ്കിൽ 5%, 3 ലക്ഷത്തിന്റെ 5% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂടുതലോട്ട് പോകുന്നില്ല. റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ് ആ ഒരു ശതമാനം എന്നുള്ളതാണ്. എത്ര ശതമാനമാണ് പലിശ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് റേറ്റ് പെർസെന്റേജ് വരുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഡ്യൂറേഷനിലേക്കാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ടൈം എന്തായിരിക്കും? 5 years ആയിരിക്കും. ഓക്കെ, മനസ്സിലായി? അപ്പൊ 3 ടേംസ് വരുന്നുണ്ട്. പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം. അപ്പൊ ഇൻട്രസ്റ്റ് എന്നുള്ളതിനകത്ത് 3 ടേംസ് വരും. പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം. ക്ലിയർ ആയോ? അത് ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണ്? എത്ര ഡ്യൂറേഷൻ ആണ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ മണി ബോറോ ചെയ്ത് എഡ്യൂക്കേഷൻ ലോണിന്റെ കേസ് എക്സാമ്പിൾ നോക്കിയാൽ മതി. എഡ്യൂക്കേഷൻ ലോണിന്റെ കേസിൽ എന്ത് വരും? 3 ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ ആ 3 ലക്ഷം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. സപ്പോസ് 5% റേറ്റ് പെർസെന്റേജ് എങ്കിൽ 5% ആണെങ്കിൽ അതാണ് റേറ്റ് എന്ന് പറയുന്നത്. ഓരോ വർഷം 5% റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടേംസ് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്തൊക്കെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് അറിയാവുന്നതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞേ? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് പറഞ്ഞു എഴുതും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ CA എന്ന് പറഞ്ഞു എഴുതും. പ്രിൻസിപ്പൽ PL, റേറ്റ് R, ടൈം T. അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, PRT. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് SI, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CA. ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട് ഇൻട്രസ്റ്റ്. അത് പലിശ എന്ന് പറയുന്ന 2 ടൈപ്പ് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും ഒന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പിന്നാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്? പേര് പോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഓക്കെ, നമ്മള് വിനയ് ഫോർട്ട് പറഞ്ഞേക്കുന്ന പോലെ ഓക്കെ, ജാവ എന്ന് പറയുന്നത് സിമ്പിൾ അല്ലെങ്കിൽ പവർഫുൾ എന്ന് പറയും. പക്ഷെ ഇവിടുത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണോ ചോദിച്ചാൽ അല്ല. പവർഫുൾ എന്ന് പറയുന്നത് ഏതാണ്? പവർഫുൾ എപ്പോഴും എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പവർഫുൾ. ഓക്കെ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വരുന്നത്. എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഉണ്ടെന്ന് ആലോചിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് എഴുതിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT/100 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് സ്കൂളിലല്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT
100 ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചോ, PRT/100. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പൽ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ബാക്കി എല്ലാം തന്നിട്ടുണ്ടെങ്കിലോ 100 ഇൻറ്റു, അത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 100 ഇൻറ്റു SI/R ഇൻറ്റു T. പ്രിൻസിപ്പൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി ടേംസ് എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് ആ കണ്ടുപിടിക്കേണ്ടെങ്കിലോ 100 ഇൻറ്റു SI/P ഇൻറ്റു T. റേറ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ടൈം തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കാം. ടൈം ആ കണ്ടുപിടിക്കേണ്ടെങ്കിലോ സിമിലർലി 100 ഇൻറ്റു SI/P ഇൻറ്റു R. ഓക്കെ, ഇതെല്ലാം ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100. അതിൽ നിന്നാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കിയെല്ലാം എടുത്തേക്കുന്നത്. ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. നമ്മൾ എന്ത് എടുക്കുന്നത് 100 ഇൻറ്റു SI/R ഇൻറ്റു T. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? P എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതേപോലെ ഓരോന്നും എടുക്കുന്നതാണ്. ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രം പഠിച്ചാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? PRT/100 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ വേറൊരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് PRT/100 പറയുന്ന പോലെ തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? RT% എന്ന് നമുക്ക് എഴുതാം. RT% അല്ലെ, എഴുതിക്കൂടെ? RT% എന്ന് പറഞ്ഞാൽ എന്താ? X% എന്ന് പറഞ്ഞാൽ എന്താ? X% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിലാക്കുന്ന എന്താ? X/100 ആണ്. അപ്പൊ RT% എന്ന് പറഞ്ഞാലോ RT/100 അല്ലേ? RT/100 ഇൻറ്റു P. അപ്പൊ തന്നെ എന്ത് വരും? PRT/100 തന്നെയാണ് വരുന്നത്. ഓക്കെ, PRT/100 തന്നെയാണ് വരുന്നത്. നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടെ മെന്റലി തന്നെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RT% എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. RT% സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? RT% അത് മറക്കരുത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് PRT/100 ആണ്, അല്ലെങ്കിൽ RT% ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ റേറ്റും ടൈമും കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT/100 ആണ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 100 SI/റേറ്റ് ഇൻറ്റു ടൈം, R ഇൻറ്റു T. റേറ്റ് ഇൻറ്റു 100 SI/P ഇൻറ്റു T. ടൈം കണ്ടുപിടിക്കാനാണെങ്കിലോ 100 ഇൻറ്റു SI/P ഇൻറ്റു R. 3 ടേംസ് ആണ് പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം. ഓക്കെ, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? RT% ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാ? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് വളരെ സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, വളരെ സിമ്പിൾ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എന്ത്? കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സംഭവം. ഓക്കെ, അതെന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം നോക്കാം. ജസ്റ്റ് ഡിഫറൻസ് മാത്രം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കാം. റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. അതായത് 1000 രൂപയാണ് ഞാൻ കടം വാങ്ങിച്ചേക്കുന്നത്. 10% ഇൻട്രസ്റ്റ് വരുന്നത്. റേറ്റ് എന്ന് പറയുന്നത് 10% ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? ഫസ്റ്റ് ഇയറിൽ അതായത് പ്രിൻസിപ്പൽ 1000 ആണ്, റേറ്റ് 10% ആണ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എത്രയാണ് വരുന്നത്? ഈ 1000ന്റെ 10% അല്ലേ? 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ആണ്. 10% എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് ഒരു ഏത് നമ്പറും ആയിക്കോട്ടെ ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ 1000ത്തിന് ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ 100 എന്ന് കിട്ടും. അപ്പൊ 1250 ആണ്. ഇതിന്റെ 10% എത്രയാ? 125 ആണ്. അപ്പൊ 10% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ആ എക്സാമ്പിളിൽ 10% വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ 1000, റേറ്റ് 10% ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 100 ആണ്. ഓക്കെ, സെക്കൻഡ് ഇയറിൽ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത് സെക്കൻഡ് ഇയറിൽ അന്നേരം എന്താണ്? ഈ 1000ന്റെ 10% തന്നെയായിരിക്കും. എത്രയാണ്? 100 വരും. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും യൂണിഫോം തന്നെ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് യൂണിഫോംലി. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? പ്രിൻസിപ്പലിനെ മാത്രമാണ്. മനസ്സിലായോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ക്ലിയർ ആയോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോംലി കാൽക്കുലേറ്റഡ് ആണ്. അത് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിനെ മാത്രമാണ്. ഓക്കെ, അത് എല്ലാ വർഷവും യൂണിഫോമും ആയിരിക്കും. ഓക്കെ, എല്ലാ വർഷവും യൂണിഫോമും ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ വർഷം 100, 200, 100, 100, 100 വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. എന്താ വ്യത്യാസം വരുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഫസ്റ്റ് ഇയറിൽ 1000 രൂപ കടം വാങ്ങിച്ചു, 10% ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെ ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആർ സെയിം ഫോർ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ സെയിം ആയിരിക്കും. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ സെയിം ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ എന്ത് തന്നെ വരും? 1000ന്റെ 10% 100 വന്നു. ഓക്കെ, സെക്കൻഡ് ഇയറിൽ എന്ത് വരും? സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഓരോ വർഷം കഴിയുമ്പോഴും കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടോട്ട് ആഡ് ചെയ്യും. അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ 100 ആയിരുന്നു ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ അറിയാൻ 1000 ആണ്. അപ്പൊ അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്താവും? ഈ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ എന്താവും? പുതിയ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1000 ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആയ 1100 കിട്ടും. 1100 കിട്ടും. ഓക്കെ, അതിന്റെ 10% നമ്മൾ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ഇയറിൽ. അപ്പൊ എത്ര വരും? 110 കിട്ടും. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇവിടെ എല്ലാ വർഷവും സെയിം ആയിരുന്നു. ഇവിടെ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. യൂണിഫോംലി അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഓരോ വർഷവും കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ പ്രിൻസിപ്പലിനോട് ആഡ് ചെയ്യും, അടുത്ത വർഷത്തെ പ്രിൻസിപ്പലിനോട് ആഡ് ചെയ്യും. അതിന്റെ പെർസെന്റേജ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പവർഫുൾ ആണെന്ന് പറയാൻ കാര്യം എന്താ? അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ബാങ്കിൽ ഒരു FD ഇട്ടു. FD ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ വർഷവും നമുക്ക് സെയിം ഇൻട്രസ്റ്റ് വെച്ചിട്ടാണോ കിട്ടണ്ടേ? അല്ല, കോമ്പൗണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 8 വർഷം കഴിയുമ്പോഴൊക്കെ ഉള്ള ഒരു റേറ്റ് പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് 8 വർഷം കഴിയുമ്പോൾ അത് ഡബിൾ ആകുന്നത്. ഓക്കെ, കോമ്പൗണ്ടിങ്ങിന്റെ പവർ അതാണ്, മനസ്സിലായോ? ഇത് 100, അടുത്ത വർഷം അത് 110 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വർഷം പിന്നെ അത് കൂടുവാണ്, കൂടി വരികയാണ്. ഇതേപോലെ സെയിം അല്ല വരുന്നത്, കോമ്പൗണ്ടിങ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പലിശയ്ക്ക് കാശ് വാങ്ങിക്കുന്ന ഉടനെ കോമ്പൗണ്ട് ചെയ്താണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറെ വർഷങ്ങൾ കഴിയുന്ന ഉടനെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും, മനസ്സിലായി? അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പവർഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പവർഫുൾ ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സെയിം തന്നെയാണ്, യൂണിഫോംലി കാൽക്കുലേറ്റഡ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പലിനെ മാത്രമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിനെയും ഇൻട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഇൻട്രസ്റ്റ് അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യും? ആ പുതിയ പ്രിൻസിപ്പൽ ആയിട്ട് മാറും. ആ പഴയ പ്രിൻസിപ്പലിലോട്ട് ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പുതിയ പ്രിൻസിപ്പൽ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോട്ട് പോലെ എഴുതിക്കോ. സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് എഴുതിയാൽ മതി. ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് എ ലോൺ ഓർ ഡിപ്പോസിറ്റ്. ലോണും ആകാം ഡിപ്പോസിറ്റും ആകാം. ഓക്കെ, ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് എ ലോൺ ഓർ ഡിപ്പോസിറ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് എ ലോൺ ഓർ ഡിപ്പോസിറ്റ്. While compound interest is based on principal amount and the interest that accumulates on it after every period. പ്രിൻസിപ്പലിലാണ് SI ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ മറ്റേ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല PRT/100 ആണ്, അല്ലെങ്കിൽ RT% of P ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന ഏതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കുറച്ച് ഷോർട്ട് കട്ട്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട് ട്രിക്സ് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നോട്ട് പോലെ എഴുതിക്കോ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഏരിയയിലും മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെലക്ട് ചെയ്തേക്കുന്ന ട്രിക്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോട്ട് പോലെ എഴുതിക്കോ. A sum of money is divided into n parts in such a way that the interest on the first part at R1% for T1 years, on second part at R2% for T2 years, on third part at R3% for T3 years, and so on are equal. Then the ratio in which sum is divided. നോട്ട് ചെയ്ത് വെച്ചു, ബോക്സിൽ വെച്ചു. ഓക്കെ, 1/R1 T1 is to 1/R2 T2 is to 1/R3 T3. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു എമൗണ്ട് ഉണ്ട്, ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, അതിനെ n പാർട്സ് കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്ത്, സപ്പോസ് എക്സാമ്പിൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പ്രിൻസിപ്പലിന്. ആദ്യത്തെ എമൗണ്ട് R1% T1 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അടുത്ത എമൗണ്ട് R2% T2 ഇയേഴ്സിലേക്ക്, അടുത്തത് R3% T3 ഇയേഴ്സിലേക്ക്. അത് ഓരോന്നിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ ആ പ്രിൻസിപ്പൽ ഡിവൈഡ് ചെയ്തേക്കുന്ന റേഷ്യോ എത്രയാണെന്നാണ് 1/R1 T1 is to 1/R2 T2 is to 1/R3 T3. ഓക്കെ, ഇൻട്രസ്റ്റ് സെയിം ആകുമ്പോഴാണ്. അപ്പൊ അടുത്ത കേസിൽ നോക്കിയോ, കേസ് 2 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എമൗണ്ട് സെയിം ആണെങ്കിൽ, ഇവിടെ ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ ഇതായിരുന്നു, എമൗണ്ട് സെയിം ആണെങ്കിൽ എന്ത് വരുമെന്ന് എഴുതാം. 1/100 plus R1 T1 is to 1/100 plus R2 T2 is to 1/100 plus R3 T3. അതും ബോക്സിൽ ഇട്ട് വെച്ചേക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ എന്താ വരുന്നത്? 1/R1 T1 is to 1/R2 T2 is to 1/R3 T3. എമൗണ്ട് ആണ് സെയിം എങ്കിൽ 1/100 plus 100 plus എന്നുള്ളത് വരും. 100 plus R1 T1 is to 1/100 plus R2 T2 is to 1/100 plus R3 T3 എന്ന് വരും. ഓക്കെ, എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? ശരിക്കും എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഫൈനൽ അടയ്ക്കേണ്ട എമൗണ്ട്. ഇപ്പൊ സപ്പോസ് എഡ്യൂക്കേഷൻ ലോണിന്റെ കേസിൽ 3 ലക്ഷം രൂപയായിരുന്നു എടുത്ത് 5 വർഷത്തേക്കാണ്. അപ്പൊ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? 5 വർഷം കഴിയുമ്പോൾ എത്രയാണ് മൊത്തത്തിൽ അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതെന്താ വരുന്ന എമൗണ്ട്? ഇവിടുത്തെ കേസിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 3 ലക്ഷവും സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതല്ലേ? അത് നോട്ട് ചെയ്ത് വെച്ചോ.
എമൗണ്ട് എന്ന് പറയുന്നത് പി പ്ലസ് എസ് ഐ ആണ്, പി പ്ലസ് ഇൻട്രസ്റ്റ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ആർ ടി ബൈ 100 ആണ്. അപ്പൊ അത് നമ്മൾ എഴുതി. അപ്പൊ പി നമുക്ക് കോമൺ എടുക്കാം, പി ഇൻറ്റു 1 പ്ലസ് ആർ ടി ബൈ 100 എന്ന് കിട്ടും. അത് നോട്ട് ചെയ്ത് വെച്ചു. എമൗണ്ട് എന്ന് പറയുന്നത് പി പ്ലസ് എസ് ഐ ആണ്, പി പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അത് സിംപ്ലിഫൈ ചെയ്ത് ഷോർട്ട് കട്ട് രീതിയിലെല്ലാം കോമൺ എടുത്ത് നമ്മൾ വരുന്നുണ്ട്. എന്ത് വരും? എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ടി ബൈ 100 എന്ന് കിട്ടും. എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ടി ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പി ആർ ടി ബൈ 100 ആയിരുന്നു. എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? പി ഇൻറ്റു 1 പ്ലസ് ആർ ടി ബൈ 100 ആണ്. ഓക്കെ, സമ്മ് n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. R1% T1, R2% T2 ഇയേഴ്സ്, R3% T3 ഇയേഴ്സ്. ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ റേഷ്യോ എങ്ങനെ? 1/R1 T1 is to 1/R2 T2 is to 1/R3 T3. എമൗണ്ട് ആണ് സെയിം എങ്കിൽ 1/100 പ്ലസ് R1 T1 is to 1/100 പ്ലസ് R2 T2 is to 1/100 പ്ലസ് R3 T3. ഓക്കെ, അടുത്ത എഴുതിക്കേ. If simple interest is n times of principal in t years, if simple interest is n times of principal in t years, then rate R equals 100n by t. Percentage ആണ് 100n by t. If simple interest is n times of principal in t years, then rate R equals 100n by t. Okay, 100n by t. Percentage കൊടുക്കണമെന്നില്ല, റേറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് പെർസെന്റേജ് നിങ്ങൾ ഇട്ടാൽ മതി. 100n by t. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞാൽ 100n by t. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് 5 ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കാൻ 100n by t. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ക്ലിയർ ആകും. ആദ്യം ട്രിക്സ് എല്ലാം നോക്കി വെക്കുക. ഓക്കെ, ഷോർട്ട് കട്ട്സ് നോക്കുക. ഓക്കെ, അതായത് താഴെ നോട്ട് പോലെ എഴുതിക്കും. ഇഫ് ദ സം ബിക്കംസ് n ടൈംസ് ഇൻ t years, if the sum becomes n times in t years, then rate R equals 100 n minus 1 by t. If sum becomes n times in t years, then rate R equals 100 n minus 1 by t. Okay, so simple interest n times ആകുവാണെങ്കിൽ rate 100 n by t, sum n times ആകുവാണെങ്കിൽ 100 n minus 1 by t. അത് ക്ലബ് ചെയ്തിട്ട് പഠിച്ചത് 100 n by t, 100 n minus 1 by t. Okay, clear? അടുത്ത എഴുതിക്കേ. If a sum becomes n1 times in t1 years, n1 times in t1 years at certain rate of interest, then the time taken in which the same amount will be n2 times at the same rate of interest, n2 times at the same rate of interest equals t2 equals n2 minus 1 by n1 minus 1 into t1. Okay, അതൊന്നുകൂടെ വായിക്കാം. If a sum becomes n1 times in t1 years at certain rate of interest, then the time taken in which the same amount will be n2 times at the same rate of interest equals t2 equals n2 minus 1 by n1 minus 1 into t1. ഒരു സം n1 times ആയി t1 years അല്ല, n2 times ആയി t2 years. അപ്പൊ t2 കണ്ടുപിടിക്കാൻ n2 minus 1 by n1 minus 1 into t1. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നമ്മൾ എന്തൊക്കെയാ നോക്കി? ഇൻട്രസ്റ്റ് സെയിം ആകുന്ന കേസിൽ ഒരു സമ്മിനെ കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേഷ്യോ എന്താ? 1/R1 T1 is to 1/R2 T2 is to 1/R3 T3. എമൗണ്ട് ആണ് സെയിം എങ്കിലോ 1/100 plus R1 T1 is to 1/100 plus R2 T2 is to 1/100 plus R3 T3. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെങ്കിൽ 100n by t, റേറ്റ് എന്ന് പറഞ്ഞാൽ 100n by t. സം n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെങ്കിൽ റേറ്റ് എന്താ? 100n minus 1 by t. ഒരു സം n1 ടൈംസ് ആയി t1 ഇയേഴ്സിൽ n2 ടൈംസ് ആയി t2 ഇയേഴ്സിൽ t2 എങ്ങനെ കണ്ടുപിടിക്കും? n2 minus 1 by n1 minus 1 into t1. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇത്രയും ഷോർട്ട് കട്ട്സ് ആണ് വരുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹500 for 5 years at 5% per annum. 75, ₹100, ₹125, ₹150. Find the simple interest of ₹500 for 5 years at 5% per annum. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ 500 എന്ന് പറയുന്നത് അവിടുത്തെ എന്താ? 500 എന്ന് പറഞ്ഞേക്കുന്നത് അതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. 5 years എന്ന് പറയുന്നത് ടൈം ആണ്. 5% എന്ന് പറയുന്നതോ റേറ്റ് ആണ്. പെർ ആനം എന്ന് പറഞ്ഞാൽ പെർ ഇയർ ആണ്. ഓക്കെ, അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 500 രൂപയാണ് പ്രിൻസിപ്പൽ, 5 വർഷത്തേക്കാണ്, 5% റേറ്റ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല അറിയാം, PRT by 100 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അത് വെച്ച് ചെയ്യാം, എന്നിട്ട് മറ്റേ രീതിയിൽ കാണാം. PRT by 100 ആണ്. 500 into 5 into 5 by 100.
2 0 5 into 5 into 5 125 എന്ന് വരും. 125 ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. ഓപ്ഷൻ സി. സിമ്പിൾ ഇൻട്രസ്റ്റ് 500 രൂപ, പ്രിൻസിപ്പൽ റേറ്റ് 5%, ടൈം 5 ഇയേഴ്സിലേക്കാണെങ്കിൽ എത്രയായിരുന്നു? അപ്പൊ PRT/100 എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളത് എഴുതി 125 എന്ന് കിട്ടും. ഓപ്ഷൻ സി. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തോ പറഞ്ഞേക്കുന്നത്? നമ്മള് RT% ഓഫ് പി ആണ് നമുക്കറിയാം. RT% ഓഫ് പി. ഇവിടെ R എത്രയാ? 5 ആണ്. ടൈം എത്രയാ? 5 ആണ്. അപ്പൊ RT എത്രയാ? 25 ആണ്. അപ്പൊ 25% ഓഫ് 500 കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 25% ഓഫ് 500 ആയിരുന്നു. 500ന്റെ 4 അപ്പൊ എത്രയാ? 125. അപ്പൊ നമുക്ക് പെന്നൊന്നും എടുക്കാൻ നമുക്ക് എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് RT% ഓഫ് പി ആണെന്നറിയാം. ഇവിടെ റേറ്റും ടൈമും 5 ആണ്. അപ്പൊ എത്ര? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 കണ്ടുപിടിക്കുക. 500 1/4 എത്ര? 125. നേരെ നമുക്ക് കൊടുക്കാറുണ്ട് ഓപ്ഷൻ സി 125 എന്നുള്ളത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന RT% ഓഫ് പി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ പെർസെന്റേജ് നല്ല സ്ട്രോങ് ആക്കി വെക്കുക. അപ്പൊ 10%, 5%, 30%, അങ്ങനെ 25%, 50%, 75%, 33, 1/3%, അങ്ങനത്തെ പെർസെന്റേജിന്റെ എല്ലാം ഫ്രാക്ഷൻ ആയിട്ടുള്ള വാല്യൂസും ബൈഹാർട്ട് ആയിട്ട് പഠിക്കുക. അപ്പൊ പെർസെന്റേജ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ RT% ഓഫ് പി വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ടൈം ₹5,000 amount to ₹6,000 at 5% per annum at simple interest? Options: 2 years, 4 years, 5 years, 7 years. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എത്ര സമയം എടുക്കും 5000 6000 ആകാൻ അറ്റ് 5% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്? 5% എന്ന് പറയുന്ന റേറ്റ് ആണ്, ടൈം ആണ് ചോദിച്ചേക്കുന്നത്. 5000 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 5000 എന്ന് പറയുന്നത് അതാണ് പ്രിൻസിപ്പൽ. എമൗണ്ട് 6000 വന്നിട്ടുണ്ട്. അപ്പൊ എന്താ? ഫൈനൽ എമൗണ്ട് ആണ് 6000 എന്ന് പറയുന്നത്. അപ്പൊ 5000 6000 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാ? അടുത്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് 5000 ആണ് 6000 എക്സ്ട്രാ എത്ര വന്നേക്കുന്നത്? 1000 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. ഇപ്പൊ ഇത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് P+SI ആണ്. എമൗണ്ട് 6000 ആണെന്ന് അറിയാം, P 5000 ആണെന്ന് അറിയാം. അപ്പൊ ഇതെന്ത് വരും? SI 1000 വരും. സിമ്പിൾ ആണത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി 1000 ആണ്. ഓക്കെ, നമുക്ക് റേറ്റ് പെർസെന്റേജ് അറിയാം, 5% ആണ്. ഓക്കെ, ടൈം ആണ് കണ്ടുപിടിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RT% ആണ്. അപ്പൊ 5 into T% ഓഫ് പ്രിൻസിപ്പൽ 5000 ആണ്. നമുക്ക് 1000 എന്നുള്ളത് കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 1000 ആണ്. അതിന്റെ എത്ര ശതമാനം, അതായത് 5000ന്റെ എത്ര ശതമാനമാണ് ഈ 1000 എന്ന് പറയുന്നത്? RT% ഓഫ് പി ആണ് നമുക്ക് എന്ത് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 5000ന്റെ എത്ര ശതമാനമാണ് ശരിക്കും 1000 എന്ന് പറയുന്നത്? ഈ 5000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് RT%. RT% ഓഫ് പി ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000. ഓക്കെ, അപ്പൊ 5000ത്തിന്റെ എത്ര ശതമാനമാണ് 1000 വരുന്നത്? 5000ത്തിന്റെ 20% അല്ലേ? 5000ത്തിന്റെ 10% 500 ആണ്. 20% എത്രയാ? 1000 ആണ്. അപ്പം 20% എന്നാണ് നമുക്ക് വരേണ്ടത്. നമുക്ക് 5 ആണ് നമുക്ക് റേറ്റ് പെർസെന്റ്. അപ്പൊ ടൈം എന്ത് വരും? ടി എന്ന് പറയുന്നത് 4 years കിട്ടും. 4 years കിട്ടും. ആദ്യം ഇങ്ങനെ പറയുന്നതോട് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. പക്ഷേ 2-3 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആദ്യം വായിക്കാം. ഇൻ വാട്ട് ടൈം ₹5,000 എമൗണ്ട് ടു 6,000. അപ്പൊ 5000 6000 ഇൻട്രസ്റ്റ് 1000 എന്ന് മനസ്സിലായി. റേറ്റ് 5% ആണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 1000 ആണ്. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ RT% ഓഫ് പി ആണ്. 5000ത്തിന്റെ എത്രയാണ് 1000 വരുന്നത്? 20% ആണ് വരുന്നത്. അപ്പൊ RT% 20 കിട്ടി. 5 ആണെങ്കിൽ T എത്ര പറഞ്ഞാൽ 20 കിട്ടണമെങ്കിൽ T 4 years. പേന ഒന്നും വേണ്ട, ഓപ്ഷൻ ബി 4 years എന്ന് എടുക്കാം. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? P into R into T/100 വെക്കുക. ഇതിന് സോൾവ് ചെയ്ത് T കണ്ടുപിടിക്കുക. 4 years തന്നെ കിട്ടും. അത് സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് മറ്റേ കുറച്ച് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെന്റേജ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ RT% ഓഫ് പി വെച്ചിട്ട്. ഓക്കെ, നമുക്ക് 4 years എന്ന് കിട്ടും. 4 years എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ. At what rate % per annum a sum of money double in 4 years at simple interest? 10%, 5%, 20%, 25%. എത്ര റേറ്റ് പെർസെന്റേജിലാണ് ഒരു എമൗണ്ട്, ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ആകുന്നത് 4 yearsൽ? ഓക്കെ, സം ഓഫ് മണി ഡബിൾ ആകും 4 yearsൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ. റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു ഓൾറെഡി. റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം ഓഫ് മണി n ടൈംസ് ആകുമ്പോൾ റേറ്റ് എങ്ങനെ? 100n-1/t ആണ്. ഇത് മറക്കല്ലേ? ഓക്കെ, നേരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞാൽ 100n-1/t ആണ്. ഓക്കെ, അപ്പൊ ഡബിൾ ആകുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എന്താ? 2 ആണ് വരുന്നത്. അപ്പൊ 100 into 2 - 1 1 തന്നെ വരും. 100/t എന്ന് വരും. എന്ത് വരും? ടൈം 4 years ആണ്. അപ്പൊ 100/4 25% എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ വരുന്നത്?
ഓപ്ഷൻ ഡി എന്ന് വരും. നമുക്കറിയാം റേറ്റ് പെർസെന്റേജ് 100n-1 t ആണ്, ഡബിൾ ആകുവാണ്. അപ്പം ന്യൂമറേറ്റർ n-1 എന്ന് പറഞ്ഞാൽ അപ്പൊ 100/t ആണ് നമുക്ക് മനസ്സിലാവും. 100/4 25%. ഇതിനും പേന പോലും എടുക്കേണ്ട നേരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് നമുക്ക് ആ ഷോർട്ട് കട്ട് അറിയാം. ഏതാണ് 100n-1/t എന്നുള്ള ഷോർട്ട് കട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 100n-1/t 8% എന്ന് പറയാം. സം n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്ത് 100n-1/t. സിമ്പിൾ ഇൻട്രസ്റ്റ് n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെങ്കിലോ 100n/t എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ക്ലിയർ അല്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A sum of rupees 7,700 is lent out in 2 parts in such a way that the interest on one part at 20% for 5 years is equal to that on another part at 9% for 6 years. Find the two sums. 2,000, 5,700, 3,300, 4,400, 2,600, 5,100. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 7,700 രൂപ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് 20% റേറ്റ് 5 ഇയേഴ്സിലേക്കും അടുത്തത് 9% റേറ്റിൽ 6 ഇയേഴ്സിലേക്കും ഇട്ടു. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിമോ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിനും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ, ആ പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? 1/r1t1 1/r2t2. നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇതിപ്പോ എമൗണ്ട് ആയിരുന്നു സെയിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മൾ എഴുതുന്നത്? 1/100 + r1t1 1/100 + r2t2 എന്നായിരുന്നു. ഇത് ഇൻട്രസ്റ്റ് സെയിം ആയതുകൊണ്ട് പ്രിൻസിപ്പലിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 1/r1t1 1/r2t2 ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും? 1/ എത്രയാണ് ഫസ്റ്റ് r1 എന്ന് പറഞ്ഞത്? 20% 5 വർഷത്തേക്ക്. അപ്പൊ 20 × 5 100. അടുത്ത 1/9% × 6 9 × 6 54 എന്ന്. ഈ റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്തിന്? 7,700 രൂപേനെ P1 P2 ആയിട്ട്. ഓക്കെ, 1/100 1/54. അപ്പൊ ഫ്രാക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 54:100 എന്ന് വരും. എന്ത് കിട്ടും? 27:50 എന്ന് കിട്ടും. 27:50. ഫസ്റ്റ് പ്രിൻസിപ്പൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 27 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 7,700 തന്നെ. അപ്പൊ എളുപ്പം കട്ട് ചെയ്യാം. എന്ത് കിട്ടും? 2,700. മറ്റേ എത്ര ആയിരിക്കും? അപ്പൊ 5,000 ആയിരിക്കും. സം നമുക്കറിയാം 7,700. അപ്പൊ ഒന്ന് 2,700 ആണെങ്കിൽ അടുത്ത എത്രയാ? 5,000 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ 2,700 5,000. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഏതാ? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു സമ്മ് നമ്മൾ ഇങ്ങനെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പലിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/r1t1 1/r2t2 ആണ്. എമൗണ്ട് സെയിം ആണെങ്കിൽ 1/100 + r1t1 1/100 + r2t2 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് സെയിം ആണ്. അപ്പം r1t1 r2t2 മതി. 1/100 r1t1 1/r2t2 മതി. അപ്പൊ നമ്മൾ ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്ത് ഫ്രാക്ഷൻ മാറ്റി 54:100 അല്ലെങ്കിൽ 27:50. അപ്പൊ ഈ റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 7,700. ഫസ്റ്റ് എന്താ? 27 ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 7,700. ഇപ്പൊ എത്ര കിട്ടി? 2,700 കിട്ടി. മറ്റേത് 5,000 കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് 2,700 5,000 ആണെന്ന്. കാര്യം സം 77 ആണ്, ഇത് 7,700 ആണ്. അപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. നൺ ഓഫ് ദീസ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു ₹16,000 in 6 years at 10% സിമ്പിൾ ഇൻട്രസ്റ്റ്? വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു ₹16,000 in 6 years at 10% സിമ്പിൾ ഇൻട്രസ്റ്റ്? ഇവിടെ എന്താ? പ്രിൻസിപ്പൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. 16,000 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഫൈനൽ എമൗണ്ട് ആണ്. അത് ക്ലിയർ അല്ലേ? ടൈം അറിയാം 6 ഇയേഴ്സ്, റേറ്റ് അറിയാം 10%. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ? RT% അല്ലേ? 60% ഓഫ് P ആയിരുന്നു എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പലിന്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതല്ലേ എന്ത്? എമൗണ്ട് എന്ന് പറയുന്നത്. എമൗണ്ട് നമുക്കറിയാം 16,000 ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അറിയാം RT% ഓഫ് P എന്ന് പറഞ്ഞാൽ 60% ആണ്. പ്രിൻസിപ്പലും 60% ഓഫ് പ്രിൻസിപ്പൽ. അപ്പൊ എത്രയാ ടോട്ടല്? 160% ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നതാണ് 16,000. P എന്ന് പറയുന്നത് എന്ത്? ഡയറക്ട്ലി 10,000 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി 10,000 എന്ന് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് പേന പോലും എടുക്കണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു ₹16,000? എമൗണ്ട് നമുക്കറിയാം 16,000 ആണ്. ടൈം 6 ഇയേഴ്സ്, റേറ്റ് 10%. അപ്പൊ തന്നെ മനസ്സിലായി 60% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പൊ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളോടെ കൂട്ടും. അപ്പൊ 160% ആണ്. 160% എന്ന് പറയുന്നതാണ്
16,000 എന്ന് പറയുന്നത്. അപ്പൊ പി എത്രയാ? ഇതിന്റെ 160%. പി എന്ന് പറഞ്ഞാൽ 10,000. 10,000ത്തിന്റെ 160% അല്ലേ 16,000 എന്ന് പറയുന്നത്. അപ്പൊ 10,000 എന്ന് കിട്ടും. ഇതായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. ഇതറിയത്തില്ലെങ്കിൽ 160/100 ഇൻറ്റു പി എന്ന് പറയുന്നത് 16,000. പി എന്ന് പറയുന്നത് 16,000 ഇൻറ്റു 100/160. ഇതും പോകും. എന്ത് കിട്ടി? 10,000 എന്ന് വരും. എത്ര സ്റ്റെപ്പ് ഒന്നും എഴുതി ടൈം കളയരുത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ എന്താണ്? പി എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ അത്? ഓക്കെ, എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് RT% ഓഫ് പി ആണ്. അതല്ലെങ്കിൽ നമുക്ക് വേറൊന്നും അറിയാം. എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് RT/100. അത് വെച്ചിട്ടും ചെയ്യാം. പി ഇൻറ്റു 1 പ്ലസ് RT/100 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് RT/100 ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്കറിയാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിൽ എളുപ്പം നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. മൈൻഡിൽ തന്നെ ഏതാ പ്രിൻസിപ്പൽ അറിയാം. പ്രിൻസിപ്പൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതും പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RT% ഓഫ് പി ആണ്. 60% ഓഫ് പി ആണ്. 160% ഓഫ് പി 60,000 വരണം. പി എത്രയാ? 10,000. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സം ബിക്കംസ് 3 times at certain rate of interest in 5 years, find the time taken if the same amount becomes 8 times at the same rate of interest. ഓപ്ഷൻസ് ഏതൊക്കെയാ? 8 years, 12 years, 16 years, 17.5 years. If a sum becomes 3 times at a certain rate of interest in 5 years, find the time taken if the same amount becomes 8 times at the same rate of interest. ഒരു സമ്മ് 3 times ആയി 5 yearsൽ എത്ര സമയം കൊണ്ടാണ് 8 times ആകുന്നത്? എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ഈസി ചെയ്യുന്നത്? നമുക്കറിയാം. നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് T2 എന്ന് പറയുന്നത്? N2 - 1/N1 - 1 into T1 ആണ്. ഓക്കെ, 3 times ആയി 5 years. അപ്പൊ N1 എന്ന് പറയുന്നത് 3, T1 എന്ന് പറയുന്നത് 5 ആണെന്നറിയാം. N2 എന്ന് പറയുന്നത് 8 times ആകാൻ. അപ്പൊ N2 എന്ന് പറയുന്നത് 8 ആണെന്നറിയാം. T2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 8 - 1/3 - 1 into 5. 7/2 into 5 എന്ന് കിട്ടും. 17.5 കൊല്ലം എന്ന് കിട്ടും. 17.5 കൊല്ലം കൊണ്ടാണ് 8 times ആകുന്നത്. 8 times ആകുന്നത്. ഓപ്ഷൻ ഏതാണ് നോക്കുന്നത്? ഓപ്ഷൻ ഡി 17.5 years എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആ ഷോർട്ട് കട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് 5 seconds കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. നമ്മളത് മറ്റേ ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഒരു സം N1 times ആയി T1 yearsൽ, N2 times ആയി T2 years. അപ്പൊ T2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? N2 - 1/N1 - 1 into T1. ഇത് ഓർത്ത് വെച്ചേക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട്സ് ഒക്കെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ PRT/100 അതറിയാൻ ബാക്കി പിയും RTയും കണ്ടുപിടിക്കാൻ 100 SI/RT അത് വെച്ചിട്ട് അത് അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RT% ഓഫ് പി അത് പറയും. എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് SI, P into 1 plus RT/100 അല്ലെങ്കിൽ P plus SI ആണ്. SI എന്ന് പറഞ്ഞാൽ RT% ഓഫ് പി വെച്ചിട്ട് ചെയ്യാം. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെങ്കിൽ റേറ്റ് എത്ര? 100n/t. സം n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആണെങ്കിൽ റേറ്റ് എത്ര? 100n - 1/t. ഓക്കെ, ഒരു സം n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇൻട്രസ്റ്റ് സെയിം ആണ് ഓരോ പാർട്ടിന്ന് കിട്ടുന്നതെങ്കിൽ ആ റേഷ്യോ എന്താ? 1/R1T1 is to 1/R2T2 is to 1/R3T3. എമൗണ്ട് ആണ് സെയിം എങ്കിൽ 1/100 plus R1T1 is to 1/100 plus R2T2 is to 1/100 plus R3T3 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തത്? ഒരു സം N1 times ആയി T1 yearsൽ, N2 times ആയി T2 years. T2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? N2 - 1/N1 - 1 into T1. ഇത്ര ഷോർട്ട് കട്ട്സ് ആണ് പഠിച്ചേക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.